തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഡ്രൈവർ യദു പറയുന്നത്. കാറിന് സൈഡ് കൊടുത്തിരുന്നു, ജോലി കളയുമെന്ന് ഭീഷണിപ്പെടുത്തി കാറിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ടുപേർ അച്ഛന്റെ വകയാണോ റോഡെന്ന് ചോദിച്ചു. മേയറും MLA-യും ആയിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നും MLA സച്ചിൻ ദേവ് തന്നോട് മോശമായി സംസാരിച്ചു എന്നൊക്കെയാണ് KSRTC ഡ്രൈവർ യദു പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. MLA-യും ചൂടായി, ഈ പയ്യന്മാരാണ് ആദ്യം ചൂടായതും എൻ്റെ അച്ഛനെയൊക്കെ വിളിച്ചത്. പിന്നീട് MLA പിന്നീട് അകത്ത് വന്ന് അച്ഛനെ പറഞ്ഞതിന് തന്തയ്ക്ക് വകയുള്ള പോലെയല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിയാമോ? MLA പറയണം ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരായാലും എനിക്കെന്ത്? ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചു, അല്ലാതെ വേറെ ആംഗ്യ ഭാഷയൊന്നും കാണിച്ചിരുന്നില്ല. ഒരു പറയുമെന്നൊക്കെ ചുമ്മാ ആംഗ്യ ഭാഷ കൈ കാണിച്ചെന്നാണ് പറയുന്നത്. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ MLA അകത്ത് കയറി ഇരുന്നിട്ടാണ് ചോദിച്ചതുകൊണ്ട് ഞാൻ അങ്ങേരുടെ അടുത്ത് മാത്രമാണ് പറഞ്ഞത്, നിങ്ങൾ ആരായാലും എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ MLA ആണ്. ഞാൻ പറഞ്ഞു, MLA എനിക്കെന്ത് ചോദിച്ചു. ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റില്ല, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റിയത്. നിങ്ങളുടെ വണ്ടിയുടെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഈ വീഡിയോ എടുത്തോ, നിനക്ക് ചെയ്യാൻ പറ്റണ ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റണ ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിൻ്റെ ജോലിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ ആണ് ഡ്രൈവർ യദുവുമായി സംസാരിച്ചത്. മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രതികരണവും എത്തിച്ചു കഴിഞ്ഞു. അശ്വിൻ ഡിയാഗോ, വെൽക്കം ടു ഗുഡ് ഈവനിങ്. അശ്വിൻ, ഇന്നലെ രാത്രി, അതായത് തിരുവനന്തപുരം പ്ലാമൂട് ഭാഗത്ത് വെച്ചുണ്ടായ ഒരു സംഭവമാണിത്. ഇതിൽ ആ ചുവന്ന വാഹനം അതൊരു സ്വകാര്യ വാഹനമാണ്, മേയറുടെ ഔദ്യോഗിക വാഹനമോ ഒന്നുമല്ല എന്ന് വ്യക്തമാകുന്ന ഒരു ദൃശ്യം കൂടി പുറത്തു വന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സംഭാഷണം എന്താണ് എന്നത് കൃത്യമായി ആ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു വാക്കേറ്റത്തിലേക്ക് പോയിട്ടുണ്ട്. ഇരു കൂട്ടരും വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു എന്നതും വ്യക്തമാണ്. ഈ സംഭവത്തെക്കുറിച്ച് അശ്വിൻ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുജിയ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അരങ്ങേറുന്നത്. നമുക്കറിയാം KSRTCയുമായി ബന്ധപ്പെട്ട് തന്നെ ഡ്രൈവർമാരുടെ ഒരു നിരത്തുരപരമായിട്ടുള്ള ഡ്രൈവിങ്ങും എല്ലാം തന്നെ ഇവർക്ക് മർദ്ദനമേൽക്കുന്നതെല്ലാം വലിയ ചർച്ചയാകുന്ന ഒരു സമയം കൂടിയാണിത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വാഹനം നമുക്ക് മാത്രം ഓടിക്കാനുള്ളതല്ല, എല്ലാവർക്കും ഓടിക്കാനുള്ളൂ. പക്ഷേ ഈ KSRTC ബസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ബസ്സാണ്. അത് ഇട റോഡുകളിലും അതുപോലെ തന്നെ വീതി കുറഞ്ഞ പാതകളിലൊക്കെ കയറുമ്പോൾ ചെറിയ രീതിയിൽ അവർക്ക് പെട്ടെന്ന് ഒതുക്കി തരാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല. പിന്നീട് ഇവർ ഇത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിന് പറ്റുന്ന സമയത്തെത്തുമ്പോൾ വാഹനം ഒതുക്കി തരാറുമുണ്ട്. ഇതൊക്കെ ചില സമയത്ത് പക്ഷേ എതിർവശത്തു നിന്നുള്ള വാഹനങ്ങളും അംഗീകരിക്കണമെന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പലവിധ കാരണങ്ങളുണ്ട്. ഒരു KSRTC ബസ് ഡ്രൈവറും മറ്റ് ഇത്തരത്തിലുള്ള വാഹനങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടാകാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ മതി. പക്ഷേ ഇവിടെ സംഭവം ഒരു മേയറും അതുപോലെ തന്നെ ഒരു മറ്റൊരു ജനപ്രതിനിധി സച്ചിൻ ദേവ് MLA-യുമാണ് ഇത്തരത്തിൽ ഒരു KSRTC ഡ്രൈവർക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. അവർ തന്നെ വാഹനം ഒരു ട്രിപ്പ് പോകുന്ന ദീർഘദൂര സർവീസ് നടത്തുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഇത്തരത്തിൽ റോഡിൽ തടഞ്ഞു നിർത്തുന്നു, അതും രാത്രിക്ക് രാത്രി. മാത്രമല്ല യാത്രക്കാരുടെ ഒരു ബുദ്ധിമുട്ട് ഇതൊന്നും നോക്കാതെ ഇത്തരത്തിൽ വാഹനം തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും. എന്തായാലും രണ്ടു കൂട്ടരും രണ്ട് രീതിയിലുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ഡ്രൈവർ പറയുന്നു ഡ്രൈവറിന്റെ തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് യദു ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് ഇത്തരത്തിൽ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നും ആ തെറ്റ് ഡ്രൈവർ തന്നെ സമ്മതിക്കുകയും ചെയ്തു, കുറ്റസമ്മതം നടത്തിയെന്നും മേയറും പറയുന്നു. പക്ഷേ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ഡ്രൈവർ യദു പറയുന്നത് ഇത്തരത്തിൽ തൻ്റെ ഭാഗത്ത് തെറ്റില്ല, പോലീസിനെ വിളിക്കണമെങ്കിൽ വിളിക്കാം, താൻ പറയാനുള്ളതാണ് പറഞ്ഞത്, യാതൊരു വിധത്തിലുള്ള പ്രകോപനവും അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ടയുള്ള ആംഗ്യമോ താൻ കാണിച്ചിട്ടില്ല, മേയറാണ് എന്നുള്ളത് തനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ആദ്യം രണ്ടുപേരാണ് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി വന്ന് തന്നോട് ഇത് അച്ഛൻ്റെ വകയല്ല റോഡെന്നും മറ്റ് അസഭ്യം പറയുകയും ചെയ്തത് രണ്ട് പുരുഷന്മാരാണ് എന്നാണ് ഡ്രൈവർ പറയുന്നത്. പിന്നീടാണ് ഈ വാക്കേറ്റം മൂർച്ഛിച്ചതോടെ രണ്ട് സ്ത്രീകൾ കൂടി ഇത്തരത്തിൽ വാഹനത്തിൽ നിന്നിറങ്ങി പുറത്തേക്ക് വരുന്നത്. ഈ സ്ത്രീകളിൽ ഒരാൾ മേയറാണെന്ന് തനിക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല. കാരണം ദീർഘദൂര സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ്. തനിക്ക് എങ്ങനെയെങ്കിലും ഡിപ്പോയിലെത്തി യാത്രക്കാരെ സുരക്ഷിതമായി ഡിപ്പോയിൽ ഇറക്കി തിരിച്ച് വീട്ടിലേക്ക് പോവുക എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ തനിക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ക്ഷീണം ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീടാണ് ഇത്തരത്തിൽ ഞാൻ മേയറാണ്, എന്താണ് താൻ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ആര്യ രാജേന്ദ്രൻ സംസാരിക്കുന്നത് എന്നാണ് യദു അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഈ യദു പറയുന്നത് ഇതിലൊരു കാര്യം ചോദിച്ചോട്ടെ, യദുവുമായി സംസാരിച്ചല്ലോ അശ്വിൻ. ഈ വീഡിയോയിൽ ഒരു ഭാഗത്ത് ശമ്പളം തന്നിട്ട് സംസാരിക്കുക എന്ന് ഈ ഡ്രൈവർ യദു പറഞ്ഞിട്ടുണ്ടോ?
ഇത് വാക്കേറ്റം മൂർച്ഛിച്ചു വന്നപ്പോൾ യദു തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അവർ ഈ ആഴത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആദ്യം ശമ്പളം തരൂ, ഈ KSRTC ജീവനക്കാർക്ക് ശമ്പളം തന്നിട്ട് നിങ്ങൾ വഴക്ക് പറയൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നിന്റെ പണി ഞാൻ തെറിപ്പിക്കും എന്ന തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് മേയർ കടന്നത് എന്നാണ് KSRTC ഡ്രൈവറായിട്ടുള്ള യദു പറയുന്നത്. മാത്രമല്ല തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി, തനിക്ക് ഭയമുണ്ട്, ഇത്തരത്തിൽ ഇപ്പോൾ പുറത്ത് നിൽക്കാൻ പോലും ഭയമാണ് എന്നും യദു പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തൻ്റെ പരാതിയിൽ കണ്ടോൺമെൻറ് പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. അത് എന്തുകൊണ്ട് എന്ന് യദു ചോദിക്കുന്നുണ്ട്. മേയറുടെ പരാതിയിൽ മാത്രമാണ് പോലീസ് നടപടിയെടുത്തിട്ടുള്ളത്. മാത്രമല്ല തന്നെ വാഹനം തടഞ്ഞ് ഇടുകയും ഈ പട്ടം പ്ലാമൂടാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു KSRTC ദീർഘദൂര സർവീസ് ബസ്സാണ്, 15 യാത്രക്കാർ അതിലുണ്ട്, രാത്രിയാണെന്നും കൂടി നമ്മൾ ഓർക്കണം. ഈ സമയത്ത് പോലീസ് ഈ വാഹനം അവിടെ തടഞ്ഞിടുകയും KSRTC ബസ് ഡ്രൈവറായ യദുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ബാക്കി യാത്രക്കാർ എങ്ങനെ പോയി എന്നുള്ള ചോദ്യത്തിന് യദുവിൻ്റെ ഭാഗത്തും മറുപടിയില്ല. കാരണം അദ്ദേഹത്തെ പോലീസ് കൊണ്ടുപോയി പിന്നെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഇത്രയും ക്ഷീണിതനായ അദ്ദേഹത്തിന് ഭക്ഷണമോ അല്ലെങ്കിൽ ഇതിലിപ്പോൾ മേയറുടെയും അതുപോലെ തന്നെ ഡ്രൈവർ യദുവിന്റെയും പ്രതികരണത്തിലേക്ക് അശ്വിൻ എത്തി. ഇനിയിപ്പോൾ അറിയേണ്ടത് KSRTCക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? കാരണം KSRTCയുടെ ഒരു ട്രിപ്പ് അത് പൂർത്തിയാകുന്നതിന് മുൻപ് അത് മുടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഏറ്റെടുത്ത് നടത്തിയോ അതോ യാത്രക്കാർക്ക് മറ്റൊരു സൗകര്യം ഏർപ്പെടുത്തുകയാണോ? എന്താണ് KSRTC വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്? ഇത് കേവലം ഒരു വ്യക്തി എന്ന നിലയിൽ ഡ്രൈവർ യദു ഫൈറ്റ് ചെയ്യേണ്ട ഒരു കേസല്ല. കാരണം അയാൾ കൊടുത്തിരിക്കുന്ന ട്രിപ്പ് മുടക്കി എന്ന പരാതിയിൽ ഒരു കേസും ഇതുവരെ എടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിൽ KSRTC എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിലേക്കാണ് നമ്മുടെ ഫോളോ അപ്പ് ഇനി നീളേണ്ടത്. ഇതിൽ അശ്ലീല ആംഗ്യം യദു കാണിച്ചു എന്നുള്ളത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കന്റോൺമെന്റ് പോലീസ് തയ്യാറാകുന്നുണ്ടോ? അക്കാര്യങ്ങളിൽ നമുക്കൊരു ഫോളോ അപ്പ് ആവശ്യമാണ്. അപ്പോൾ വീണ്ടും